ഓം ദേശ പാലന ദാദകൂടിയുള്ള അനുഭവം 45 years. രാജയോഗ മെഡിറ്റേഷൻ ഞാൻ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷങ്ങളായി. വച്ചാലും ദീർഘദൂര യാത്രയിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലണ്ടനിൽ ജീവിച്ച കാലത്തെ കഥയാണ് തുടങ്ങുന്നത്. അതിജിയുമായിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച നടത്തിയത് അസാധാരണമായ ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ ദാദിയിൽ കണ്ടത്. For a very, very long time. And only recently she passed away, and so many memories have been flooding in my mind about. ദാദിജി ശരീരം ഉപേക്ഷിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ദാദിജിയുടെ കൂടെ ജീവിച്ച ധാരാളം മെമ്മറീസ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. And perhaps how she has helped me on my journey of change, of learning about myself and transformation. ഈ ഒരു മാർഗത്തിലൂടെ യാത്ര ചെയ്യാനും ജീവിതത്തിൽ സ്വപരിവർത്തനം കൊണ്ടുവരാനും ധാരാളം കാര്യങ്ങൾ, പാഠങ്ങൾ ദാദിജി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. So many things that I've learned from her because she was a very wise teacher. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ദാദിജിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം വിവേകശാലിയായ ഒരു അധ്യാപിക തന്നെയാണ് ദാദിജി. Loved to share, but was not only someone who shared, but she lived it in practical. ഒത്തിരി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആളാണ് ദാദിജി. പക്ഷെ ദാദിയുടെ വിശേഷത ഷെയർ ചെയ്യുക എന്നതല്ല, എന്ത് ദാദി ഷെയർ ചെയ്യാറുണ്ടോ അത് ജീവിച്ചിട്ടുണ്ടാവും. ദാദി ജീവിച്ചതാണ് ദാദി ഷെയർ ചെയ്യുക. She'd want to do it herself first. എന്ത് ഷെയർ ചെയ്യുമ്പോഴും ദാദിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ട് മാത്രമേ ഇത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. Probably the greatest thing that has influenced me or she taught me was how to love God. ദാദിജി എനിക്ക് നൽകിയ ഏറ്റവും വലിയ പ്രേരണ, അല്ലെങ്കിൽ ദാദിജി എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഈശ്വരനെ എങ്ങനെ സ്നേഹിക്കണം എന്നതാണ്. You know, really her whole life was this incredible inspiration. എനിക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല, അതുപോലുള്ള പ്രേരണയാണ് ദാദിജി എനിക്ക് നൽകിയിട്ടുള്ളത്. Of such a deep love for God that it pulled her beyond so many influences and so many obstacles, I would say. തൻ്റെ ജീവിതത്തിലുണ്ടായ എത്രയോ പ്രശ്നങ്ങളെ അതിനെല്ലാം മറികടക്കാൻ ദാദിജി ജീവിതത്തിൽ ഉപയോഗിച്ച ടെക്നിക്കും ഈശ്വരനോടുള്ള സ്നേഹം തന്നെയായിരുന്നു. In her life. And I can remember being in a meeting with her once at the headquarters of the BrahmaKumaris in Mount Abu. And there was a group of us from all different countries of the world. ദാദിജിയുടെ കൂടെ ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൗണ്ട് അബൂവിൽ വെച്ച് ഒരിക്കൽ ഞാൻ നടത്തിയ കൂടിക്കാഴ്ച എനിക്ക് ഓർമ്മ വരികയാണ്. വിദേശത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാർ ദാദിജിയുടെ മുന്നിലുണ്ടായിരുന്നു. And we were discussing different things. Suddenly she stopped. ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീറ്റിങ്ങിൽ. പക്ഷെ പെട്ടെന്ന് ദാദിജി ആ സംഭാഷണത്തെ അവിടെ നിർത്തി. എന്നിട്ട് സൈലന്റ് ആയിരുന്നു ദാദി. And she looked at us, and we often call it, drishti, the vision through her eyes, just so much love. ആ സംഭാഷണം അവിടെ നിർത്തിയതിന് ശേഷം ദാദിജി ഞങ്ങൾ ഓരോരുത്തരെയും നോക്കാൻ തുടങ്ങി. അതിനെയാണ് ഞങ്ങൾ പറയാറുള്ളത് ദൃഷ്ടി, ആത്മാവിനെ നോക്കുക. പക്ഷെ ദാദിയുടെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടത് സ്നേഹമായിരുന്നു. It was like her eyeballs were just little balls of love, radiating love. ദാദിജിയുടെ കൃഷ്ണമണി അല്ല ഞാൻ ആ സമയത്ത് കണ്ടത്, സ്നേഹത്തിൻ്റെ 2 ബോളുകൾ തിളങ്ങുന്നതും അതിൽ നിന്ന് സ്നേഹത്തിൻ്റെ റേസ് പുറത്തേക്ക് വരുന്നത് ഞാൻ അനുഭവിച്ചു. And respect. സ്നേഹവും ആദരവും ദാദിയിൽ നിന്ന് ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചു. This went on for many, many minutes in silence, and then finally she began to speak, and I remember so clearly she said, എത്രയോ മിനിറ്റുകൾ ദാദിജി ആ സ്നേഹത്തിൻ്റെ ദൃഷ്ടി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. അതിനുശേഷം ദാദിജി സംസാരിച്ചു. അത് സ്പഷ്ടമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. It's love that makes me move. എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമാണ്. It's love that makes me tireless.
വിശ്രമമില്ലാതെ അക്ഷീണമായി മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. It's love that has taken me beyond all the obstacles in my life. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും മറികടക്കാനും സഹായിച്ചത് ഈ സ്നേഹമാണ്. And it's love that's made me step out of all those limitations. You know how in life we limit ourselves. Oh, I'm not educated, I'm not this, I'm not that. But her life is a story, an incredible story of a young woman, only 3. ജീവിതത്തിലുണ്ടായ എന്തെല്ലാം ലിമിറ്റേഷൻസ്, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെ തോന്നാൻ സാധ്യതയുള്ള എല്ലാ ലിമിറ്റേഷൻസിനെയും മറികടക്കാൻ എന്നെ സഹായിച്ചതും ഈ സ്നേഹമാണ്. ദാദിജിയുടെ ജീവിതത്തെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരിക്കലും വർണ്ണിച്ചാൽ തീരാത്ത ഒരു കഥ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈശ്വരീയ സേവനത്തിന് ജീവിതം സമർപ്പിച്ച ദാദിയുടെ കഥ. 3 years of education, and yet she just crossed boundary after boundary, and by the end of her life she was loved and respected all over this world. And കേവലം 3ാം ക്ലാസ് വരെ ദാദിജി പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ദീർഘദൂരമുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ അവസാനം ദാദിക്ക് ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും ആദരവും പ്രാപ്തമാക്കാൻ സാധിച്ചു. By incredibly influential people, many world figures. ലോകത്തിൽ എത്രയോ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ പോലും ദാദിജിയുടെ വ്യക്തിത്വത്തിൽ ഇത്രയും ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. Only recently, one of cricket's greatest names in the world said to me that അടുത്തിടയ്ക്ക് തന്നെ ക്രിക്കറ്റ് ലോകത്തിലെ ലോക പ്രശസ്തമായൊരു ക്രിക്കറ്റർ എന്നോട് പറഞ്ഞൊരു ശബ്ദം ഇതായിരുന്നു: the greatest inspiration, one of the greatest inspirations in his life was Dadi Janki. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രേരണാദായകമായൊരു വ്യക്തിത്വം എന്ന് ചോദിച്ചാൽ അത് ജാൻകി ദാദിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. And so she had an extraordinary influence on so many. അസാധാരണമായ ഇൻസ്പിറേഷനാണ് ദാദിയിൽ നിന്ന് അനേകർക്ക് പ്രാപ്തിയിരിക്കുന്നത്. Maybe just a little bit of my story, how I came in touch with her. I'm actually from Melbourne. I grew up in Melbourne, and you know, my family wasn't very religious at all. ഞാൻ വളർന്നതും ജനിച്ചതും മെൽബണിലാണ്. നല്ല റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. And yet we would go to church occasionally, and once they sent me along for confirmation classes. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചിലേക്കെല്ലാം പോകുമായിരുന്നു, ഫാമിലി മുഴുവൻ. ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻസിൻ്റെ തന്നെയായ കൺഫർമേഷൻ ക്ലാസ് അതിനെന്നെ മാതാപിതാക്കൾ അയച്ചിരുന്നു. Which is sort of like a formal entry into the church. I was 12 years old. അത് ശരിക്കും ചർച്ച ഔദ്യോഗികമായുള്ള ഒരു നമ്മൾ ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ട് ചർച്ചിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ആ ക്ലാസ്. I went along for a while, and then my family said, well, what have you learned? What have you learned from these confirmation classes, my mum and dad? And I said, I think I'm an atheist. ഈ ക്ലാസ്സുകളെല്ലാം കേൾക്കാൻ പോകുമ്പോൾ എന്നോട് ഒരിക്കൽ അച്ഛനും അമ്മയും ചോദിച്ചു, ക്ലാസ്സുകളിലൂടെ നീ എന്ത് പഠിച്ചു, എന്തെല്ലാം അറിഞ്ഞു? ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ നിരീശ്വരവാദിയാണോ എന്നാണ്. I found it, to be frank, you know, I respect all the religions, but I couldn't relate to what was being taught. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് എല്ലാ മതങ്ങളെയും ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളുമായി ഒത്തുചേർന്ന് പോകാൻ എൻ്റെ മനസ്സിന് അന്ന് സാധിച്ചില്ല. Because God was a very punishing, judgmental, authoritarian figure, and I couldn't connect. കാരണം ആ സമയത്ത് ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ തരുന്ന ഒരാൾ, നിർണയം എടുക്കുന്ന ഒരാൾ, അതുപോലുള്ളൊരു ചിത്രമാണ് ഈശ്വരനെ കുറിച്ച് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അങ്ങനൊരു ശക്തിയുമായി കൂടിച്ചേരാൻ സാധിച്ചില്ല. But still I was on this search, and I finished school. I went to university to study architecture at Melbourne University, but ഞാൻ എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി. പിന്നീട് ആർക്കിടെക്ചറിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് മെൽബോണിൽ പോയി. My heart wasn't in it, so I took time out and I traveled the world. And I traveled through Southeast Asia, I traveled through India, the Middle East, Africa, Europe. ഞാൻ ആ 20 വയസ്സിനുള്ളിൽ ധാരാളം സ്ഥലങ്ങൾ യാത്ര ചെയ്തു. ഭാരതത്തിലൂടെ, ആഫ്രിക്കയിലൂടെ,
ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ പല സ്ഥലങ്ങളിലൂടെ I was യാത്ര 20 years ചെയ്തു. old. It was probably the best education I've ever had because I lived in religious communities everywhere. പക്ഷേ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയാലും എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നു. കാരണം നല്ല റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് ജീവിക്കാൻ സാധിച്ചത്. I lived with Hindus and Buddhists and Muslims and Sikhs and ഹിന്ദുക്കളും മുസ്ലിംസും ബുദ്ധിസ്റ്റുകൾ, സിഖ് Taoists and ധർമ്മത്തിലുള്ളവർ, yogis and you know, as I was traveling, യോഗികൾ, അതുപോലുള്ള ആൾക്കാരുടെ കൂടെയായിരുന്നു എൻ്റെ ജീവിതം. my real question was, well, everyone talks about interesting stuff, but how do you experience? എൻ്റെ ഉള്ളിലെ വലിയൊരു ചിന്ത ഇതായിരുന്നു, എല്ലാവരും പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? How do you translate that theory, this doctrine, this belief? How do you feel it, really feel it inside? അവർ പറയുന്ന ഉപദേശങ്ങൾ അതെല്ലാം ശരി, പക്ഷേ അതെങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ? And when I settled in London, I was still on my search, and I went to a place in London called the Spiritualist Association of Great Britain in Hyde Park Corner. ആ സമയത്ത് ഞാൻ ലണ്ടനിലാണ് ജീവിച്ചിരുന്നത്. അവിടെ തന്നെ ഒരു അസോസിയേഷൻ ഉണ്ട്, സ്പിരിച്വൽ അസോസിയേഷൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ലണ്ടൻ. അവിടെ ഞാൻ ഒരിക്കൽ പോയിരുന്നു. And this is where I met Dadi Janki. And she used to come there with Sister Janki, who's the director of the European Centers of the BrahmaKumaris. And they every week would conduct a class. And അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ ജാൻകി ദാദിജിയെ കാണുന്നത്. അവിടെ എല്ലാ ആഴ്ചകളിലും അവർ ക്ലാസ് വെച്ചിരുന്നു. ദാദിജിയുടെ കൂടെ തന്നെ ജയന്തി ദീദി ഉണ്ടായിരുന്നു. Sister Janki would speak because she spoke English. Dadi Janki didn't have English. ആ സമയത്ത് സംസാരിച്ചിരുന്ന ജയന്തി ദീദിയാണ്, പക്ഷെ ദാദിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ദാദി Dadi Janki would sit there in meditation, and quite honestly, I was fascinated by her face, this incredibly expressive face. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ദാദിജിയുടെ മുഖമായിരുന്നു. വർണ്ണിക്കാൻ കഴിയാത്ത ഏതോ ഒരു ശക്തി, പ്രകാശം ദാദിജിയുടെ മുഖത്തിലുണ്ടായിരുന്നു. And feeling, and I could see in her face, she was experiencing something from God. It wasn't just a following a path or a belief or a religion in that way. She was really feeling something inside. ദാദിജിയെ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, ഏതോ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഏതോ ഒരു മതം, ഇതിനെ ഒന്നും കേവലം ഫോളോ ചെയ്തു പോകുന്ന ഒരു ജീവിതമല്ല ഈ ദാദിജിയുടെ. ദാദിയെ കാണുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു, ഈശ്വരീയമായ ഏതോ ഒരു സ്നേഹമോ ശക്തിയോ എന്തോ ദാദിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദാദി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. And I wanted some of it too. And so I went along to the headquarters of the BrahmaKumaris outside of India at that time, which was in northwest London, and quite honestly, it was this tiny little house. Dadi Janki was living there. ആ സമയത്ത് ഞാൻ ലണ്ടനിലെ ഹെഡ്ക്വാർട്ടറിലുള്ള ബ്രഹ്മകുമാരീസിന്റെ സെന്ററിലേക്ക് പോയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ്, വളരെ ചെറിയൊരു വീട്ടിലാണ്, ചെറിയൊരു സെന്ററിലാണ് ദാദിജി എന്ന് താമസിച്ചിരുന്നത്. And the teacher was Sister Sudesh, who is now based in Germany. And she would give me a few lessons in the BrahmaKumaris Rajayoga Meditation. ഞാൻ അവിടെ പോകുന്ന സമയത്ത് അവിടെ എനിക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നത് സുദേശ് ദീദിയായിരുന്നു. ഇപ്പോൾ ജർമ്മനിയിലുണ്ട്. ദീദിജിയാണ് രാജയോഗ മെഡിറ്റേഷന്റെ ക്ലാസ്സുകൾ എനിക്ക് എടുത്തു തന്നത്. And then Dadi Janki would come in and lead the meditation. And in the BrahmaKumaris അതിനുശേഷം ദാദിജി വരും ക്ലാസ് കഴിയുമ്പോൾ. എന്നിട്ട് ദാദിജിയാണ് നമ്മളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുക. Meditate with our eyes open. And often when we have a senior yogi, they look in the soul to help the soul move beyond the body and connect with God. So they look in the eyes and the soul. സീനിയർ ആയിട്ടുള്ള യോഗീസ് വന്ന് നമ്മളെ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർ നമുക്ക് ദൃഷ്ടി നൽകും. അർത്ഥം, നമ്മളെ ആത്മസ്വരൂപത്തിൽ അവർ കാണും, നമ്മളുടെ കണ്ണുകളിലേക്ക്, ആത്മാവിലേക്ക് അവർ നോക്കും. അവരുടെ ശക്തിയിലൂടെ നമ്മളെ ദേഹബോധത്തിൽ നിന്ന് ഉപരിയാക്കി ഭഗവാനുമായി കൂട്ടിച്ചേർക്കാനുള്ള പ്രോസസ്സ് അവിടെ നടക്കുകയായിരുന്നു. കണ്ണ് തുറന്നുള്ള മെഡിറ്റേഷനാണ് അവിടെ ചെയ്തിരുന്നത്. And Daddy gave me drishti, and I had such amazing experiences of feeling myself going beyond.
ദാദിജി എനിക്ക് ദൃഷ്ടി നൽകിയ സമയത്ത് ആ അനുഭവം എനിക്കൊരിക്കലും വർണ്ണിക്കാൻ സാധിക്കില്ല. പരിധികൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു It was അനുഭവമായിരുന്നു. really quite special. വളരെ വിശേഷപ്പെട്ട ഒരു അനുഭവമായിരുന്നു അപ്പോൾ. And it made a lot of sense to me immediately. And so I spent the next 15 months living in London. ഇതിലാണ് കാര്യമുള്ളത് എന്ന അനുഭവം എൻ്റെ മനസ്സിനുണ്ടായി. അതിനുശേഷം 15 മാസങ്ങളോളം ഞാൻ ലണ്ടനിൽ തന്നെ താമസിച്ചു. And actually I got a house just over the road from the centre. I moved with a friend and I was going to the centre absolutely every day. സേവാ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ ഷിഫ്റ്റായി. വേറൊരു വീടെടുത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വന്നു. അന്നു മുതൽ രാവിലെയും വൈകിട്ടും ദിവസവും ഞാൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. And I was absolutely amazed by Dadi Janki's generosity of spirit. I think her passion, and I think that's the right word for God, was equal to her passion to help others, to support others, to be. ദാദി ജാസിൻ്റെ ആ കരുണ, ഔദാര്യം, ആ ഒരു നേച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ദാദിജിക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള അഭിനിവേശം ഉണ്ടായിരുന്നത് പോലെ ഈ ഭഗവാനോടുള്ള സ്നേഹത്തിലും അത്ര തന്നെ അഭിനിവേശം ദാദിക്ക് ഞാൻ കണ്ടു. Benefit others really without wanting anything in return. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും സഹായിക്കാൻ മനസ്സ് ദാദിജിക്കുണ്ടായിരുന്നു. And you can imagine we were a young group of Westerners, so to speak, coming along, but she gave so much, her incredible generosity. She would യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ആ സമയത്ത് അവിടെ വന്നിരുന്നത്. പക്ഷേ വർണ്ണിക്കാൻ കഴിയാത്ത ഒരു ആദരവും അതെല്ലാം ദാദിജിയിൽ നിന്ന് ഞങ്ങൾ miss meals, miss her sleep, miss anything to uplift others, support us and benefit others. സ്വയം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഉറക്കം മാറ്റി വെച്ചാലും എന്ത് മാറ്റി വെച്ചാലും ഞങ്ങളെ ഉയർത്തണം എന്നുള്ള ചിന്ത മാത്രമേ ദാദിജിക്ക് ഉണ്ടായിരുന്നുള്ളൂ. And I would come every day and I spent a lot of time with her in those days. And I think they were such formative times for me. And I have a memory one night that I was in my little place opposite the meditation center where Dadi Janki was living. ഇത് ഒരു അനുഭവമാണ്. എൻ്റെ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീട്ടിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെ ദാദിജി ഉണ്ടായിരുന്നു ആ സെൻറ്ററിൽ. ഒരു ദിവസം രാത്രി Late at night there was a knock, knock, knock on the door and I opened the door and there was Dadi Janki with a Jesuit priest from. രാത്രി ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആ വാതിൽ വന്ന് ആരോ കൊട്ടുന്നുണ്ടായിരുന്നു. തുറന്നു നോക്കിയ സമയത്ത് ജാൻകി ദാദിജി ആയിരുന്നു, കൂടെ ഒരു ജൂതധർമ്മത്തിലെ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ. Germany or Holland. And she had this huge smile on her face. And this man had come to talk to Dadi about connecting with God. വലിയൊരു പുഞ്ചിരിയോടെയാണ് ദാദിജി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി അജൂതധർമ്മത്തിലെ പ്രീസ്റ്റ് ആണെങ്കിൽ ദാദിജിയുടെ അടുത്ത് വന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ഭഗവാനുമായി എങ്ങനെ കണക്ഷൻ വെക്കാം ഇതറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദാദിജിയുടെ അടുത്ത് വന്നത്. You know, a Jesuit priest, Jesuits have this love for God, but he really wanted to know how do you really connect soul with God, and they'd had this conversation for hours. ജൂതധർമ്മത്തിലുള്ളവർക്ക്, ആ പ്രീസ്റ്റുകൾക്ക് പൊതുവെ ഭഗവാനോട് വളരെ സ്നേഹമുള്ളവരാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് ഗോഡുമായിട്ട് നമ്മൾ കണക്ട്. മണിക്കൂറുകളോളം ആ സംഭാഷണം തുടർന്നു. And then she offered him to stay. So she came across to my place and I could just see the happiness on her face. And what I found, she never judged. It didn't matter what background people were from. She just loved people who loved God. സേവാ കേന്ദ്രത്തിലെ സംഭാഷണത്തിന് ശേഷം ദാദിജി താമസിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. പക്ഷെ ആ സമയത്ത് ദാദിജിയുടെ മുഖത്തിൽ ഞാൻ ഇത്രയും സന്തോഷം കണ്ടിരുന്നു. ശരിക്കും ദാദിയുടെ വ്യക്തിത്വം ഇതാണ്. ഒരു വ്യക്തിയുടെയും ബാക്ക്ഗ്രൗണ്ട് ദാദി നോക്കിയിരുന്നില്ല, ആരെയും വിലയിരുത്തിയിരുന്നില്ല ദാദി. അത്രയും അൺകണ്ടീഷണലായ സ്നേഹം എല്ലാവരെയും പ്രതിയും ദാദിയുടെ ഉള്ളിലുണ്ടായിരുന്നു. Anyone who loved God, she really felt close to, and all she wanted to do, if she was able to even
help them come closer to God. ഈശ്വരനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ദാദിക്ക് ഇഷ്ടമായിരുന്നു, ദാദിക്കും സ്നേഹമായിരുന്നു. ഭഗവാനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഭഗവാന്റെ അടുത്തേക്ക് And I can remember we went all over England. There was a little tiny Morris Minor. Now there's a little tiny, it was a little tiny green car. And often we would go to different parts of the UK where she was invited to give talks. ആ സമയത്ത് ദാദിജി പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ അന്ന് ചെറിയൊരു കാറുണ്ട്, ഗ്രീൻ കളറിലൊരു കാറ്. ആ കാറിലാണ് ഞങ്ങൾ ക്ലാസ്സിന് പല സ്ഥലങ്ങളിലും പോയിരുന്നത്. Give talks, and she would sit in the front seat. Sister Janki would drive the car. And the way Daddy would talk in Hindi, and Sister Janki was driving and translating for us in the back. ആ സമയത്ത് ദാദിജി ഫ്രണ്ട് സീറ്റിലിരിക്കും, കൂടെ കാർ ഓടിച്ചിരുന്ന ജയന്തി ദീദിയാണ് ഞങ്ങൾ പിന്നിലിരിക്കും. ആ സമയത്ത് ദാദി ഫുൾ ടൈം ഹിന്ദിയിൽ ഇങ്ങനെ ക്ലാസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജയന്തി ദീദി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന് വണ്ടിച്ചുകൊണ്ടിരിക്കും. And you know, she had such a depth of understanding, and she would always be thinking very deeply. ഓരോ വിഷയത്തെക്കുറിച്ചും അഗാധമായ ജ്ഞാനം ദാദിക്കുണ്ടായിരുന്നു. On any subject. I even noticed that when she met somebody and she saw that that person was loved by others, or that person had something special, she would always think, what is that in that person that's making others love them or cooperate with them? അങ്ങനെ ദാദിയുടെ ജീവിത യാത്രയിൽ ഏതെല്ലാം വ്യക്തിത്വങ്ങളെ ദാദി അങ്ങനെ കണ്ടിട്ടുണ്ടോ, അനേകര് ആ വ്യക്തിയെ സ്നേഹിക്കുക. അപ്പോൾ ആ കുറിച്ച് ദാദിജി ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് എല്ലാവരും ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത്, എന്തുകൊണ്ടാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ വിശേഷത കണ്ടുപിടിക്കാൻ ദാദി ശ്രമിക്കാറുണ്ട്. Or want to be with them. She would always think so deeply and share that thinking. And I really loved, listening to that wisdom. And ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ പോയിട്ട് ചിന്തിക്കാനും അത് ഷെയർ ചെയ്യുന്ന സ്വഭാവം ദാദിക്കുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. I think it really gave me an incredible foundation for my own spiritual journey. ദാദിജി തൻ്റെ വിവേകത്തെ ഷെയർ ചെയ്തത് തന്നെയാണ് ശരിക്കും ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇത്രയും നല്ലൊരു അടിത്തറ ഉണ്ടാക്കി തന്നത്. But I remember once we went to Oxford, which is really one of my favorite cities in the world, really one of the world's great universities, and she was invited to speak. ഒരിക്കൽ ഞങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ്, അവിടേക്കും ഒരിക്കൽ ജാൻകി ദാദി ഒരു സ്പീച്ചിന് വേണ്ടി വന്നിരുന്നു. And this must have been 1976, I would say. 1976 കാര്യമാണ് പറയുന്നത്. When we arrived at Oxford University for this talk, as we walked in the door, imagine I had been practicing for about 6 months. Daddy turned to me and said, "Charlie, you start the lecture." I was like 22 years old. And in those days, not much confidence, and I thought, oh. യൂണിവേഴ്സിറ്റിയിൽ എത്തിയതും ദാദിജി പറഞ്ഞു, ചാർലി നീ സ്പീച്ച് ചെയ്തോളൂ. ആ സമയത്ത് നോക്കൂ, ഞാൻ യൂത്ത് ആയതുകൊണ്ട് എനിക്ക് ഭയം ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. But anyway, I did. I spoke for a few minutes before her, but she was really, she put you on the spot sometimes. ഞാൻ ദാദിജിക്ക് വേണ്ടി കുറച്ച് സമയം സംസാരിച്ചു. നോക്കൂ, ദാദിയുടെ സ്വഭാവം ഇതാണ്, ചില സന്ദർഭങ്ങളിൽ നമ്മളെ അവിടെ എടുത്തിടും, നമ്മൾക്ക് ഒരു അവസരം ദാദി ഉണ്ടാക്കി തരും. And she would stretch you, so you stretched your boundaries. You just didn't live in your comfort zone. She loved to push you. ദാദിജിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു നമ്മളിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരിക, നമ്മളുടെ ബൗണ്ടറീസിൽ നിന്ന് പുറത്ത് കടത്തി നമ്മളുടെ കഴിവുകളെ ദാദിജി യൂസ് ചെയ്യായിരുന്നു. And what I really found with her was she would learn your value. She had this uncanny ability. Once I asked her, ദാദിജിയുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷതയായിരുന്നു തൻ്റെ മുന്നിൽ വരുന്ന ഏത് വ്യക്തിയുടെയും ക്വാളിറ്റി ദാദി കണ്ടുപിടിച്ചിരുന്നു. "Daddy, what's your particular specialty?" And she said to really know the intent of others. She said, "I can love everyone because I know their intent." ദാദിജിയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, ദാദിജി താങ്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്താണ്? അപ്പോൾ ദാദി പറഞ്ഞത്, എനിക്ക് ഓരോ വ്യക്തിയെയും സ്നേഹിക്കാൻ സാധിക്കാറുണ്ട്, കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയാം.
because the intent in others is really good, and she would always see the good in you. And I felt her vision on me was always so positive. എല്ലാവരെ കുറിച്ചുള്ള ദാദിയുടെ കാഴ്ചപ്പാട് വളരെ നല്ലതായിരുന്നു. എല്ലാവരുടെ ഉള്ളിലുള്ള നന്മകളെ ക്യാച്ച് ചെയ്യാൻ ദാദി എപ്പോഴും ശ്രമിച്ചിരുന്നു. In fact, to be honest, I at first thought my vision was here, but her vision was up here. സത്യം പറയട്ടെ, എൻ്റെ അനുഭവം ഇതാണ്. എൻ്റെ കാഴ്ചപ്പാട് വളരെ താഴ്ന്നതായിരുന്നു, പക്ഷെ ദാദിജിയുടെ കാഴ്ചപ്പാട് എന്നെ പ്രതി വളരെ ഉയർന്നതായിരുന്നു. But actually, she really saw the goodness and saw your potential and was always encouraging you to grow. നമ്മളെ വളരെയധികം സ്നേഹിച്ച് നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ദാദി എപ്പോഴും ശ്രമിച്ചു. Into the person you could really be. And she often used to say to me, I have rights over you, meaning she could tell me what she really thought. And you know, എനിക്ക് നിങ്ങളിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ദാദിജി എപ്പോഴും ഷെയർ ചെയ്യായിരുന്നു. sometimes she would correct me. And with some people, maybe I was a little bit sensitive, but with Daddy, I really appreciated it because behind that correction, ദാദിജി കറക്ഷൻ തരുന്ന സമയത്ത് ചിലരൊക്കെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും പറയായിരുന്നു, ദാദിജി, എനിക്ക് ദാദിജി തരുന്ന കറക്ഷൻ വളരെ ഇഷ്ടമാണ്. with so much love. It came not as a criticism, but her love for me to change, for me to improve. കാരണം ദാദിജിയുടെ സ്നേഹം ഒരിക്കലും ദാദിയുടെ കറക്ഷൻ ഒരിക്കലും കുറ്റപ്പെടുത്താനുള്ളതായിരുന്നില്ല. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളുടെ തെറ്റുകൾ മാറ്റി നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന സ്നേഹമായിരുന്നു ദാദിയുടെ കറക്ഷൻ. For me to really, become a better person. ആ ഒരു ദാദിജിയുടെ സ്നേഹം തന്നെയാണ് എന്നെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റിയത്. And I have many memories of this. And we also had a singing group in London, which I was a part of. And they had a really wonderful group of musicians. One of them was in one of the top rock bands in the world at the time. Another was... ആ സമയത്ത് ലണ്ടനിൽ തന്നെ നമ്മളുടെ മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ബാൻഡ് ഗ്രൂപ്പ്, ടോപ്പ് റോക്ക് ബ്രാൻഡൊക്കെ റോക്ക് സോങ് ഒക്കെ പാടുന്ന ഗ്രൂപ്പ്, നല്ല മ്യൂസീഷ്യൻസ് ഉള്ള ഒരു ഗ്രൂപ്പ്. West Indian brother with a superb voice. And we often, Daddy used to get us to go around to different places and sing. അവരുടെ കൂടെ ഞാനും ദാദിജിയും പലപ്പോഴും ആ ബാൻഡ് ഗ്രൂപ്പിന്റെ കൂടെ പോകുമായിരുന്നു, പാട്ടുകൾ പാടുമായിരുന്നു പലപ്പോഴും പോയിട്ട്. And I even learned to sing a few songs in Hindi as well through that. അതിലൂടെ ശരിക്കും എനിക്ക് കുറച്ചൊക്കെ ഹിന്ദി പാട്ടുകൾ പാടാൻ സാധിച്ചു. But one time I remember we were in London ഒരു പ്രാവശ്യം and we went to visit a man who was responsible for some of the religious television on the BBC. BBC-യിലെ മതപരമായ കുറേ കാര്യങ്ങളുടെ ഒരു ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തി, BBC-യിലെ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ലണ്ടനിൽ ഒരിക്കൽ അവസരമുണ്ടായി. And we went to see him in his church in the heart of London. ലണ്ടന്റെ ഹാർട്ടിൽ അവിടെയുള്ള ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഞങ്ങൾ പോയത്. And it was an old church, a beautiful old church, and he had an office at the back of the church. And I can remember I went with Daddy, and when we walked in, it was a huge office with books everywhere. സുന്ദരമായ ചർച്ചും അതിന്റെ പിന്നിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓഫീസ്. ദാദിജിയും ഞാനും കൂടി പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ. പക്ഷെ എൻട്രി ചെയ്തതും ആ വലിയ റൂമിൽ മുഴുവനും പുസ്തകങ്ങളാണ് കണ്ടത്. He was a great scholar of philosophy and religion around the world. തത്വചിന്തകളുടെയും മതപരമായ കാര്യങ്ങളുടെയും ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. And Daddy and him began to meet and to talk to each other. And I was just observing the conversation that, this man was a lovely man, but, he was like an intellectual. And I was looking at their faces, and his face, didn't show that sparkle and peace of Daddy. രണ്ടുപേരും ദാദിജിയും ആ പണ്ഡിതനും തമ്മിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം സ്നേഹിയായൊരു മനുഷ്യനായിരുന്നു. ആ കോൺവെർസേഷനിൽ ഞാൻ പ്രത്യേകമായിട്ട് നോക്കിയത് ഇതാണ്, ദാദിജിയുടെ മുഖത്തിൽ കാണുന്ന ആ ശാന്തിയുടെ തിളക്കം ആ മനുഷ്യന്റെ മുഖത്തിലില്ല. And it really actually taught me that, religion and philosophy is to practice. Often today we believe it, but it's not really absorbed into my life and my actions. And that's... എനിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്,
ഈ തത്വചിന്തകളായിക്കോട്ടെ, മതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പഠിക്കാൻ കഴിയും, ഇതെല്ലാം അറിയാൻ സാധിക്കും. പക്ഷെ ജീവിതമാക്കി മാറ്റാൻ, അതിലുള്ള കാര്യങ്ങളെയെല്ലാം അബ്സോർബ് ചെയ്യാൻ, പൂർണ്ണമായും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുന്നില്ല. What I absolutely saw in Dadi Janki, she was constantly observing herself, observing her weaknesses, changing her weaknesses and trying to practice and bring. ഞാൻ ജാൻകി ദാദിയുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദാദിജി സ്വയത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തൻ്റെ ഫോൾട്ടുകൾ, കുറവുകളെ തിരിച്ചറിയാനും അതിനെ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ദാദി ശ്രദ്ധിച്ചിരുന്നു. Her truth, her relationship with God into her life, which was revealed on her face. ഭഗവാനുമായി ദാദിജി കണക്ഷൻ വെച്ചിരുന്നതിന്റെ തെളിവ് ദാദിജിയുടെ മുഖത്തിന്റെ തിളക്കത്തിലൂടെ കാണാമായിരുന്നു. In her vibrations, in her actions. ദാദിജിയുടെ മുഖത്തിൽ നിന്ന്, വൈബ്രേഷനിൽ നിന്ന്, ദാദിയുടെ കർമ്മങ്ങളിൽ നിന്ന്, ശബ്ദങ്ങൾ എല്ലാത്തിലൂടെയും അത് മനസ്സിലാകുമായിരുന്നു. Much more. And I can remember once she encouraged me to go to the headquarters of the BrahmaKumaris in India. I'd only been coming for a few months. ആ സമയത്താണ് എന്നോട് ദാദിജി മൗണ്ട് അബുവിലേക്ക്, ബ്രഹ്മകുമാരീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒരിക്കൽ പോകാൻ പറഞ്ഞു. ഞാൻ ജ്ഞാനമാർഗത്തിൽ വന്ന് കുറച്ചു സമയമേ ആയിട്ടുള്ളൂ. And she really said to me, now go to Mount Abu and this is like another step in your journey. എന്നോട് പറഞ്ഞു, ചാർലി നീ മധുബനിലേക്ക്, മൗണ്ട് അബുവിലേക്ക് പോകൂ, ഇത് പുതിയൊരു സ്റ്റെപ്പായിരിക്കും നിന്റെ ജീവിതത്തിൽ. And she had so much encouragement for me to go deeper. And then another time, after I was back in London for some time, I hadn't been to Australia. I hadn't seen my family since I'd started to meditate. And when I took leave from her, when I went to go to Australia, she wasn't well. Dadi Janki's life was a life with, തിരിച്ച് ഞാൻ ലണ്ടനിലെത്തി. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഫാമിലിയിൽ പോയിരുന്നില്ല. വീണ്ടും അവിടെ പോയി എല്ലാവരെയും കണ്ടു. പിന്നീട് അടുത്തെത്തി. പക്ഷെ ശരിക്കും ദാദിജിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ശാരീരികമായി നോക്കിയാൽ ധാരാളം രോഗങ്ങളുടെ വേദന ദാദിക്കുണ്ടായിരുന്നു. She had many illnesses during her time, but she would never complain about them. She always even used them to grow and learn about herself. ആ രോഗങ്ങളിലൊന്നും ദാദിജി സ്വയം തളർന്നിരുന്നില്ല. അതെല്ലാം ഉള്ളപ്പോഴും ദാദിജി ധാരാളം കാര്യങ്ങൾ പഠിക്കാനും സ്വയം വളരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു. She often used to say that she'd talk to her body, now you have to cooperate with me. She actually had this relationship with her body. ദാദിജി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കാറുണ്ട്, ശരീരമേ എനിക്ക് ഈ സേവനം ചെയ്യാനുണ്ട്, നീ സഹകരിക്കണം. അങ്ങനെ സ്നേഹത്തോടുള്ള റിലേഷൻഷിപ്പ് ഞാൻ ശരീരത്തിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെന്ന് ദാദി പറയും. But I went to see her in her room and she wasn't well. She was lying in her bed and she got up on her elbow and looked at me and gave me that drishti like I was talking about. ഞാൻ ദാദിജിയുടെ റൂമിലേക്ക് എൻട്രി ചെയ്തതും ദാദിജിക്ക് ശാരീരികമായിട്ടന്ന് വയ്യായിരുന്നു. ദാദി കട്ടിൽ കിടക്കുകയായിരുന്നു. പക്ഷെ കണ്ടതും കൈ കുത്തിക്കൊണ്ട് ദാദിജി എഴുന്നേറ്റിരുന്നു. അടുത്തു പോയതും ദാദിജി എനിക്ക് ദൃഷ്ടി തന്നു. And really there was light in her eyes. Her eyes were shining. പക്ഷെ ഞാൻ കണ്ട അത്ഭുതം ഇതായിരുന്നു, ദാദിയുടെ കണ്ണുകളിൽ പ്രകാശം ഉണ്ടായിരുന്നു. തിളക്കമാർന്ന ദാദിജിയുടെ കണ്ണുകളാണ് എന്നെ നോക്കിയത്. And I could see that even though that body wasn't well, the soul was sparkling. The soul was still with God. ദാദിയുടെ ശരീരത്തിനാണ് വയ്യാത്തത്, പക്ഷെ ആ ആത്മാവ് ഇപ്പോഴും ഭഗവാന്റെ കൂടെ കണക്ഷനിലാണ്. ആ ഒരു തിളക്കം ദാദിയിൽ ഞാൻ ആ സമയത്ത് അനുഭവിച്ചു. And she said to me, I was very young, I was very new, she said to me, okay Charlie, you go to Australia, but as soon as you have any problems or difficulties, get on the next plane and come straight back here. എന്നിട്ട് ദാദിജി എന്നോട് പറഞ്ഞു, ചാർലി ഓക്കെ ഓസ്ട്രേലിയക്ക് പോയിക്കോളൂ, പക്ഷെ അവിടെ എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നിയാൽ കുട്ടി അടുത്ത പ്ലെയിനിൽ കയറി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. That was her advice to me. Well, I went to Australia and we began a center in Melbourne, a meditation center. I was 23 years old at the time. അങ്ങനെ പോയിട്ട് മെൽബണിലൊരു സേവാ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് 23 വയസ്സായിരുന്നു. And I was so new, and I remember in those were the days of writing letters, and I wrote a letter to Dadi.
ഞാൻ പുതിയ കുട്ടിയല്ല എന്ന ബാബയുടെ അടുത്ത് അപ്പം ഞാൻ എന്നും ദാദിജിക്ക് കത്ത് എഴുതുമായിരുന്നു. And in that letter, I said there's a woman coming with a young child, and she has this problem and that problem. And it was a long pages of letter, explaining what should I do, my question. അങ്ങനെ ഒരിക്കൽ ഞാൻ ദാദിക്ക് കത്തെഴുതി, ദാദിജി ഒരു അമ്മയും കുട്ടിയും കൂടി ക്ലാസ്സിന് വരുന്നുണ്ട്, പക്ഷെ ആ അമ്മയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ അമ്മ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഞാൻ കുറേ പേജുകളിൽ ദാദിജിക്ക് കത്തെഴുതി. എന്നിട്ട് ചോദിച്ചു, ദാദി എന്ത് ചെയ്യും? And I have a very dear friend who was in London at the time, Wadi. She's Irish. She now runs our centre in Miami. And Wadi told me that Dadi opened my letter and she read my letter. She learned to read English. And she laughed till the tears came out of her eyes. Said, "Oh, Charlie's just like a new mother worrying about his first baby." ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ദാദിജിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ലെറ്റർ വായിച്ച സമയത്ത് ദാദിയുടെ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു തന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്ത ആദ്യത്തെ കുട്ടിയോടുള്ള അമ്മയുടെ വാത്സല്യം പോലെയായിരുന്നു ഇത്രേ ദാദിജിക്ക് ആ കത്ത് വായിച്ച സമയത്ത്. സന്തോഷം കൊണ്ട് ദാദിയുടെ കണ്ണിൽ കണ്ണീര് വന്നുകൊണ്ട് പറഞ്ഞു, ഇത്രേ ചാർലി, അങ്ങനെ ദാദി വിളിച്ചു. She had a great sense of humor too, and അതുപോലെ തന്നെ ദാദി നല്ല തമാശയും പറയായിരുന്നു. She was very loving, very supportive, and sometimes lots of fun as well. സ്നേഹിയായിരുന്നു ദാദി. ധാരാളം നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ധാരാളം ഫൺ, തമാശ പറയുമായിരുന്നു. And she kept this balance of sometimes really, she was quite strict. She could be very strict. രണ്ടിൻ്റെയും ബാലൻസ് ദാദിക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. And yet extremely loving. I felt everyone who പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സ്നേഹിയുമാണ് ദാദി. lived around her just felt, you could just feel this deep love she had for absolutely everybody. എല്ലാവരെ പ്രതിയുമുള്ള ദാദിയുടെ ആ വിശാലമായ അഗാധമായ സ്നേഹം ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. And she came to Australia maybe 6 or 7 times, and the last 6-7 പ്രാവശ്യം ദാദിജി ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് time was when we had the Parliament of the World's Religions. വേൾഡ് റിലീജിയൻസിന്റെ ഒരു പാർലമെന്റ് ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു. അപ്പോഴാണ് ദാദിജി അവസാനമായിട്ട് വന്നത്. And it's a huge thing that happens every 3 or 4 years. And 3-4 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന വലിയൊരു മീറ്റിംഗ് ആണിത്, കോൺഫറൻസ് ആണ്. അവിടെ 5,000 delegates from every imaginable religion. എല്ലാ മതങ്ങളിലുമുള്ള 5000 ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന കോൺഫറൻസ് ആയിരിക്കും അത്. And Dadi Janki was actually invited to speak at one of the plenary sessions because she was then the head of the BrahmaKumaris worldwide. വിശ്വവ്യാപകമായ ബ്രഹ്മകുമാരീസിന്റെ ചീഫ് ആയതുകൊണ്ട് ദാദിജി ഒരു മുഖ്യമായ സെഷനിൽ സംസാരിക്കാൻ വേണ്ടിയാണ് അവിടെ ക്ഷണിച്ചിരുന്നത്. And she, I think, attended maybe 15 or 20 sessions because she went to so many different groups. They invited. ദാദിജി 15-20 സെഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. പല ഗ്രൂപ്പുകളുമായിട്ട് ദാദിജി സംവാദം നടത്തി. She was so much loved because she's as comfortable with any religion. ദാദിജിക്ക് ഏത് മതങ്ങളിലുള്ളവരുമായിട്ടും സുഖകരമായിട്ട് പെരുമാറാൻ കഴിയുമായിരുന്നു. Her spirituality means she has no sort of judgment of difference in any way. ദാദിജിയുടെ ആത്മീയത ഇതായിരുന്നു. ദാദിജി ആരെയും വിലയിരുത്തില്ലായിരുന്നു. And I can remember she went into a Sikh group and she spoke to them in Gurumukhi, and she went to a Buddhist group and a Christian group. ദാദിജി അതിൽ സിഖുകാരുടെ ഗ്രൂപ്പിൽ പോയി അവരുടെ ഭാഷയിൽ സംസാരിച്ചു അവരോട്. അതിനുശേഷം ബുദ്ധിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ പോയി, ക്രിസ്ത്യൻസിന്റെ ഗ്രൂപ്പിൽ പോയി. And her heart's really big and she has love for absolutely everybody. വിശാല ഹൃദയമായിരുന്നു ദാദിജിയുടെ. എല്ലാവരെയും ഒതുക്കാനുള്ള ശക്തി ദാദിക്കുണ്ടായിരുന്നു. But I would say that I have experienced, so much learning, not just through the words of Dadi Janki, but I would say through her actions. ദാദിജിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേവലം പറഞ്ഞു തന്നിട്ടുള്ളതല്ല. ദാദിജിയുടെ ജീവിതത്തിലൂടെ, കർമ്മത്തിലൂടെയാണ് ഞാൻ ദാദിയിൽ നിന്ന് പഠിച്ചത്. And even her attitude, I would say she taught through her attitude. ദാദിയുടെ മനോഭാവത്തിലൂടെയും ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. കാരണം ആറ്റിറ്റ്യൂഡിലൂടെ, മനോഭാവത്തിലൂടെ
ദാദി സംസാരിക്കും. You know, one of my friends in London, I remember him telling me once when he arrived at the door of the BrahmaKumaris, he said, I was in a low state. I felt very negative about everything, especially me. And he said that he would come along to the centre sometimes in quite a negative, depressed mood. You know, when you see life is dark, there's not much meaning in life. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും ഒരു നിരാശ ജീവിതത്തിൽ വരിക. ആ സമയത്തൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, ജീവിതം മുഴുവൻ ഇരുട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. And he said that Dadi Janki was often there and she'd always encourage him. And he said his vision on himself was so negative, but Dadi refused to accept that. She learned his value and her vision always remained on his value. അങ്ങനെ ആ സമയത്ത് ദാദിജിയെ വന്ന് എപ്പോഴെല്ലാം കാണുമായിരുന്നു, ദാദിജി എൻ്റെ ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്താണോ ആത്മാവിലെ വാല്യൂ, ആ ക്വാളിറ്റിയെ ദാദിജി കണ്ടുപിടിച്ച് എപ്പോഴെല്ലാം കാണാൻ വരുമോ ആ വാല്യൂവിനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് ദാദിജി പെരുമാറുമായിരുന്നു. That's what she saw. And he said if he came to the centre, his mood was up, his mood was down, he was like this, he was like that. She could see his potential. എൻ്റെ ഫ്രണ്ട് സെൻറ്ററിൽ വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ പല തരത്തിലായിരിക്കും. പക്ഷെ ദാദിജി അദ്ദേഹത്തിൻ്റെ അവസ്ഥയല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തെ ദാദി കണ്ടുപിടിച്ചിരുന്നു. And that's where her vision always fell. അദ്ദേഹത്തെ പ്രതിയുള്ള കാഴ്ചപ്പാടും ദാദിയുടെ വളരെ ഉയർന്നതായിരുന്നു. And he often says it was her faith and trust in him that really enabled him to come out of his depression. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പിടിപെട്ട നിരാശയിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് ദാദി നൽകിയ വിശ്വാസവും ദാദി നൽകിയ ആ ഫെയ്ത്ത്. എനിക്ക് ദാദി എന്നെ പ്രതി വെച്ച വിശ്വാസമാണ് ശരിക്കും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. And if you saw him now, he's just one of the most loving, kind and inspiring human beings. ആ വ്യക്തിയെ നിങ്ങൾ ഇന്ന് കണ്ടാൽ, ഇത്രയും ഡിപ്രഷനിൽ ജീവിച്ച മനുഷ്യൻ ഇന്ന് ഇത്രയും ദയാലുവും സ്നേഹിയും നല്ല പ്രേരണാദായകമായൊരു വ്യക്തിത്വമായിട്ട് ജീവിക്കുന്നുണ്ട്. He said it was Dadi's attitude, her vision on him that അത് ശരിക്കും നടന്നത് ദാദിജിയുടെ കാഴ്ചപ്പാടിലൂടെയും ദാദിയുടെ മനോഭാവത്തിൻ്റെ ശക്തിയാണ്. really helped him move forward. And I remember one of the last experiences I had with her ദാദിയുടെ കൂടെയുള്ള ഒരു അവസാന അനുഭവം പറയാം. We call in the BrahmaKumaris the regional coordinators, and these are people from our offices in London, New York, Moscow, Nairobi, Africa, and Sydney. ലാസ്റ്റായിട്ട് ദാദിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് റീജിയണൽ കോർഡിനേറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുമായിട്ടുള്ള മീറ്റിങ്ങിലായിരുന്നു. And also South America, Sao Paulo. And we've been meeting for about 36 years. Twice a year we meet in India. And we're very close. 2 വർഷങ്ങൾ ഒരിക്കലാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടിക്കാഴ്ച നടത്താറുള്ളത്. വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ ഇടയിലുള്ളത്. We've got to know each other really well. And Dadi Janki, because she was coordinating all the centres around the world, would meet with us. വിശ്വത്തിലെ എല്ലാ സേവാ കേന്ദ്രങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ദാദിജി ആയതുകൊണ്ട് ദാദിജി ഞങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വരും. And you know, she would always be so encouraging. She would always encourage a unity amongst us. ഞങ്ങളുടെ ഇടയിലുള്ള യൂണിറ്റിയെ, ആ ഒത്തൊരുമയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദാദി അതിനെ എൻകറേജ് ചെയ്യിപ്പിക്കുമായിരുന്നു. The power of the gathering when we're unified. But this time, as she grew older and older, she wouldn't speak much. And this last time, she came into the gathering and didn't say a word. And she looked at each one of us. ദാദിജിയുടെ ശരീരത്തിന് പ്രായാധിക്യം മൂലം ഈ സമയത്തുള്ള മീറ്റിങ്ങിലൊന്നും ദാദിജി അധികം സംസാരിക്കില്ലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് മീറ്റിങ്ങിൽ ദാദിജി കൂടുതൽ സമയം ഞങ്ങൾക്ക് ദൃഷ്ടി നൽകി. Around the room with so much love. വളരെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു. He called each one of us and just hugged us and held us, and through those beacons of love just shared so much deep love and appreciation. ഞങ്ങൾ ഓരോ റീജിയണൽ കോർഡിനേറ്റേഴ്സിനെയും അടുത്ത് പിടിച്ചു നിർത്തി ദാദിജി
ചേർത്ത് പിടിച്ച് മുഖത്തിൽ തഴുകി സ്നേഹത്തോടുകൂടിയുള്ള ദൃഷ്ടി ദാദി സമർപ്പിച്ചു. മനസ്സുകൊണ്ട് ദാദിജി നന്ദിയും പറയുന്നത് പോലെ തോന്നി. And I thought there couldn't be a more powerful thing a leader can do than just to invest such faith, such trust, and such appreciation. You could feel it. It was absolutely tangible. ഒരു ഗ്രേറ്റ് ലീഡറിന് വേണ്ട ഗുണങ്ങളെ ഞാൻ ദാദിയിലൂടെ അനുഭവിച്ചു. നമ്മളെ വിശ്വസിക്കാനും നമ്മൾ ഫെയ്ത്ത്, ട്രസ്റ്റ്, അതുപോലെ നമ്മൾ ചെയ്യുന്നതിന് മുഴുവൻ പ്രശംസ നൽകാനും ഈ എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്ക് സമർപ്പിച്ചു. And that room was just filled with such an atmosphere, and that was her power. She would walk into a room with that sparkling face, those sparkling eyes, and just fill the room with joy. And ദാദിജിയുടെ പ്രകാശിക്കുന്ന നേത്രങ്ങളും മുഖവും ആ റൂമിലേക്ക് ദാദിജി എൻ്റർ ചെയ്താൽ തന്നെ ആ റൂമിനെ തന്നെ പ്രകാശിപ്പിക്കും. Fill the room, the hearts with, so much love. സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും ദാദിയിൽ നിന്ന്. ആ ഹാളിലുള്ള ഓരോരുത്തരുടെ ഹൃദയത്തിനെയും ദാദി സ്നേഹം കൊണ്ട് നിറയ്ക്കും. And over the years, I saw her meet, so many influential people around the world. And, they treasured her company and her wisdom. ലോകത്തിലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങളുമായിട്ട് ദാദിജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ. പക്ഷേ ആ ഓരോ പേഴ്സണാലിറ്റീസും പറയുന്നത് കേട്ടത് ദാദിജിയുമായിട്ട് അടുത്തിടപഴകാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ദാദിജിയുടെ വ്യക്തിത്വം, മറ്റൊന്ന് ദാദിജിയുടെ വിവേകം, അത് ഞങ്ങളെ ദാദിയിലേക്ക് വളരെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. And I remember one of them who is in the House of Lords in the UK, who is the chief executive officer of one of England's biggest companies. ഇംഗ്ലണ്ടിലൊരു കമ്പനീസിലെ വലിയൊരു ഓഫീസറിനെ കുറിച്ച് പറയുകയാണ് ദാദിജിയുടെ കൂടെയുള്ള അനുഭവം. And he would just love Daddy's wisdom. And he had so many degrees, so many experience, but Dadi Janki's wisdom was learned in life. She actually learned it from life experience. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഏറ്റവും ദാദിയിൽ ഇഷ്ടപ്പെട്ടത് ദാദിജിയുടെ ജ്ഞാനമാണ്, ദാദിജിയുടെ വിവേകമാണ്. കാരണം ഓരോ ജീവിതത്തിൽ നിന്നും ദാദിജി പഠിച്ചു. അതാണ് ദാദിജിയുടെ വിവേകം. It wasn't textbook learning, wasn't university learning. അതൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചതോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചതോ അല്ല ദാദിജിയുടെ ജീവിതം. And she had such an insight in my experience into human nature and how to respond to people and how to really bring out the best. മനുഷ്യരുമായി ഇടപഴകാനും മനുഷ്യ ഹൃദയങ്ങളെ ഓരോ മനുഷ്യരെയും ഉയർത്താനും ദാദി ശ്രമിച്ചിരുന്നു. In everyone around her. And so over many, many, many years I would meet Dadi. I always felt this extraordinary goodwill from her. എത്ര കാലങ്ങളായി ഞാൻ ദാദിയെ കാണുന്നു, പക്ഷെ ദാദി എന്ന് കാണുമ്പോഴും ദാദിയുടെ ഹൃദയത്തിൽ നിന്നുള്ള ശുഭഭാവനകളാണ് ഞാൻ എന്നും സ്വീകരിച്ചത്. And I would say in my own spiritual journey, she's probably been the greatest influence on me. And ആത്മീയ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിത്വമാണ് ദാദിജി. her courage to face anything. ദാദിജിയുടെ ധൈര്യം, എന്തിനേയും നേരിടാനുള്ള മനസ്സ് ദാദിക്കുണ്ട്. What came in front of her, calmly and with such a stable mind, has been such an inspiration to me. എന്ത് ജീവിതത്തിൽ വന്നാലും അതിനെ കാമായിട്ട്, വളരെ ശക്തിശാലിയായി, സ്റ്റേബിൾ മനസ്സ്, സ്ഥിരതയുള്ള മനസ്സോടുകൂടി അതിനെ നേരിടാനുള്ള ദാദിയുടെ ആ കഴിവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. And so when I find challenges, the inevitable challenges in life come my way, I really, really remember her and remember how calm and stable. വെല്ലുവിളികൾ വരുന്ന സമയത്തെല്ലാം ഞാൻ ആ സെക്കൻഡിൽ ദാദിയെ ഓർമ്മിക്കും. ഓരോ ചലഞ്ചസും ദാദി എങ്ങനെ ക്രോസ് ചെയ്തു. She would always respond based on truth, a deep understanding of the law of karma, and love for God. കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ചും ഈശ്വരനോടുള്ള സ്നേഹം, അതുപോലെ ഓരോ കാര്യങ്ങളെയും വിവേകപൂർവമായി മനസ്സിലാക്കും. ഇതിലൂടെയാണ് ദാദി എല്ലാം ക്രോസ് ചെയ്തത്. So that the actions are always filled with that truth and that love.
ദാദിയുടെ ജീവിതത്തിൻ്റെ ആധാരം തന്നെ സത്യതയുടെ ശക്തിയായിരുന്നു. God. So in this time where many of us are not worshipping Daddy Janki, bowing down to Daddy Janki, but just deeply, deeply appreciating an absolutely extraordinary life. ലോകം മുഴുവൻ ദാദിജിക്ക് മുന്നിൽ തലകുനിക്കുന്നുണ്ടാവും, ദാദിജിയെ പ്രശംസിക്കുന്നുണ്ടാകും. പക്ഷേ വളരെ വളരെ ആഴത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നും ഞാൻ ദാദിജിക്ക് നന്ദി സമർപ്പിക്കുകയാണ്. An inspirational life. അത്രയും പ്രേരണാദായകമായ ജീവിതം ഞങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടാണ് ദാദി പോയിരിക്കുന്നത്. So I'm just sharing a few of my experiences. There's many, many more. ഞാൻ കുറച്ച് അനുഭവങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒത്തിരി ഒത്തിരി But I അനുഭവങ്ങളുണ്ട്. think that's probably enough for today. ഇന്നേക്ക് ഇത്ര മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you so much. വളരെയധികം നന്ദി.